നമസ്കാരം. നമ്മളുടെ ദേശീയ ഹിന്ദു, ദേശീയ മുസ്ലിം ഊളക്കുട്ടി, അപ്പം അയാളെക്കുറിച്ചുള്ള സംശയം മറ്റൊന്നാണ്. ഇയാളേതോ ISIS-ൻ്റെ അല്ലെങ്കിൽ അൽ-ഖ്വയ്ദയുടെ ഒരു ചാരനാണോ എന്ന് സംശയിക്കേണ്ടി വന്ന സാഹചര്യത്തിലാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. കാരണം സംഘപരിവാറിനെയും അതിൻ്റെ മറ്റൊരു മുഖമായിട്ടുള്ള BJP അതിനൊക്കെ ശരിക്ക് നല്ല രീതിയിൽ ഫലപ്രദമായിട്ട് നാറ്റിച്ച് ചാണകക്കുടിയിൽ കൊണ്ട് ആഴ്ത്തുന്നുണ്ട് ഊളക്കുട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സംശയം ഉണ്ടാകുമല്ലോ, അല്ല പാകിസ്ഥാൻകാർ നിയോഗിച്ച ചാരനാണ് എന്നൊക്കെയും സംശയം പലർക്കും ഉണ്ട്. പലരും അത് എന്നോട് ഷെയർ ചെയ്തു, അങ്ങനെ വല്ലതും ആണോ എന്ന്. ആ രീതിയിലുള്ള ചളിഞ്ഞു പൊളിഞ്ഞ വർത്തമാനങ്ങളാണ് ഇയാളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഗതികേട് എന്നല്ലാതെ ഇതിനെ നമുക്ക് വേറൊരു തരത്തിൽ വിശേഷിപ്പിക്കാനാവില്ല. ഇയാൾ വായ തുറന്നാൽ പറയുന്നത് മുഴുവൻ ഊളത്തരങ്ങളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പ്രായത്തിനനുസരിച്ചുള്ള ഒരു രീതിയിൽ തൊള്ള തുറക്കാൻ അറിയില്ല. ഒരു രാഷ്ട്രീയ സംഘടന, അത് രാജ്യം ഭരിക്കുന്ന സംഘടന, അതിൻ്റെ വക്താക്കൾക്കൊക്കെ അല്പം വിവരം, അല്പം വിവേകം, അല്പമെങ്കിലും അത് ഹൃദിക്കകത്തിലെങ്കിലും ഗുദത്തിനകത്തെങ്കിലും ഉണ്ടാകട്ടെ. അതുപോലും ഇപ്പം പറയുന്നത്, ഇപ്പം 10-ാം തീയതി വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങളൊക്കെയും കേട്ടിട്ടുണ്ടായിരിക്കും, ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് അബ്ദുള്ളക്കുട്ടി വചനം, അബ്ദുള്ളക്കുട്ടിയുടെ ആപ്തവാക്യങ്ങളാണ് പറയാൻ പോകുന്നത്. എല്ലാ ഹിന്ദുക്കളും എല്ലാ ഹിന്ദുക്കളും എന്ന് ഇയാൾ പറയുമ്പോൾ ഹിന്ദുക്കൾ വെച്ചാൽ ഹിന്ദുത്വവാദികൾ, അല്ലാണ്ട് ഏത് ഹിന്ദുക്കളാണ്? ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കണം, കുളിച്ചു കുറിയിടണം. ഇത് കഴിഞ്ഞ് ഭയഭക്തി ബഹുമാനത്തോടു കൂടി ആരോടും സംസാരിക്കാതെ നേരെ ബൂത്തിലെത്തി വോട്ടിംഗ് മെഷീനെ കണ്ട് വണങ്ങി താമര ചിഹ്നം പ്രത്യേകം നോക്കി വെച്ച്, എന്നിട്ട് മനസ്സിൽ ശാസ്താവിനെ, ശബരിമല ശ്രീ ശാസ്താവിനെ ആ രൂപം ധ്യാനിച്ച് 3 തവണ സ്വാമി ഹൈ എന്നിങ്ങനെ 3 തവണ ശരണം വിളിച്ച് ആഞ്ഞു കുത്താനാ പറഞ്ഞിട്ടുള്ളത്. പിണറായിയുടെ ചങ്കിൽ ആഞ്ഞു കുത്താൻ. ഇതാണ് ഊളക്കുട്ടിയുടെ ആപ്തവചനം. അനുസരിക്കാൻ ഹിന്ദുത്വവാദികൾ, മുസ്ലിം എന്നുള്ള പേര് തന്നെ കേൾക്കാൻ ഇഷ്ടമല്ല ഈ ഹിന്ദുത്വവാദികൾക്ക്. ഇപ്പോൾ മുസ്ലിം എന്നുള്ള പേര് കേട്ടാൽ ഇതിൽ കൂടെ ഇങ്ങനെ തേനൊഴുകും. ഇപ്പം പറയുന്നത് 2-3-4 സ്ത്രീകൾ കാൻഡിഡേറ്റ്സ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ഇപ്പോഴേ തന്നെ പറയാം, കാൻഡിഡേറ്റ് ആകാൻ ഏറ്റവും എളുപ്പം അതാണ് വാസ്തവത്തിൽ. ഏതായാലും മുസ്ലിം പേരുള്ളൊരു പെണ്ണ് പോയിട്ട് BJPയിൽ കാൻഡിഡേറ്റ് ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ കാൻഡിഡേറ്റായിട്ട് നിൽക്കാൻ പോകുന്നത് സ്റ്റേറ്റ് പ്രസിഡന്റ് സുരേന്ദ്രനാണെങ്കിൽ പോലും മാറ്റിയിട്ട് ഇവരെ അവിടെ കൊണ്ടുവയ്ക്കും. അപ്പോൾ അത് അവർക്കങ്ങനെ കാണിക്കണം, ആ പടം കാണിക്കണം, മുസ്ലിം പടം കാണിക്കണം BJPക്കകത്ത്. കാരണം അവരതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളൊക്കെ ഡീസൻ്റാണ് എന്ന് കാണിക്കാൻ വേണ്ടി, ഞങ്ങൾ ന്യൂനപക്ഷ വിരോധികളല്ലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്തത്. അപ്പുറത്ത് കുളം കലക്കുകയും ചെയ്യും. വലിയൊരു ഡ്രമ്മിനകത്ത് അപ്പുറത്തെ കൂടെ ചാണകവെള്ളം കലക്കി ഒഴിക്കും, ഇപ്പുറത്തെ കൂടെ 1.5 ഔൺസ് പാൽ ഒഴിക്കുന്നതിന് തുല്യമായിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ 2-3 പെണ്ണുങ്ങളെയും പിടിച്ചിട്ട് അവിടെ കാൻഡിഡേറ്റ് ആയിട്ട് നിർത്തിയിട്ട് ഇപ്പോഴേ പറയാം, ഒരെണ്ണം ജയിക്കാൻ പോകുന്നില്ല. കാരണം ഇവർ നിൽക്കുന്ന മുഴുവൻ മലബാർ ഏരിയയിലാണ് നിൽക്കുന്നത്. തലയ്ക്ക് വെളിവുള്ള ഒരു മുസ്ലിം, നിങ്ങൾ പറ, തലയ്ക്ക് വെളിവുള്ളൊരു മുസ്ലിം ഒരു വോട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പം ഇതൊക്കെയും ഒരുതരം കോപ്രായങ്ങൾ എന്നേ പറയാൻ പറ്റുള്ളൂ. ഗതികേട് തന്നെയാണ്, അതൊക്കെ ഗതികേട് തന്നെയാണ്. അപ്പം ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്,
ഈ ഊളക്കുട്ടി മിക്കവാറും BJP-യെ പണ്ടാരടക്കും. കാരണം BJP-യുടെ തന്നെ ഒരു ജില്ലയിലെ പ്രസിഡന്റ്, ഏത് ജില്ലയെന്ന് ഞാൻ പറയുന്നത്, ആ ജില്ലയിലെ പഴയ പ്രസിഡന്റ്, ഇപ്പം അയാൾ അതിനകത്തില്ല. അയാൾ ചോദിച്ചു, നിങ്ങളിപ്പോൾ അവിടെ BJP-യിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആർക്കാ ജയ് വിളിക്കുക? അപ്പം അങ്ങനെ എടുത്തോ അതിന് പറഞ്ഞു, അബ്ദുള്ള കുട്ടിക്ക് ജയ് വിളിക്കും. അല്ലാണ്ടിപ്പോൾ എന്താ ചെയ്യുക? അയാളിപ്പം BJP-യിൽ ഇല്ല. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് അബ്ദുള്ള കുട്ടി നേതാവെ ധീരതയോടെ എന്ന് പറയുന്ന ഗതികേട് വരും, യാതൊരു സംശയവുമില്ല. പക്ഷെ ഇപ്പോൾ അവർ പറയുന്നില്ല, അത് വേറെ കാര്യം. എന്നാൽ പോലും കയറിയിരിക്കുന്നത് കേരളത്തിൽ എവിടെ കയറിയിരുന്നാലും അഗ്രിമസ്ഥാനത്ത് കയറ്റി ഇരുത്തണമല്ലോ. അത് നാഷണൽ വൈസ് പ്രസിഡന്റ് അല്ലേ. ഗതികേടെന്ന് വീണ്ടും പറയണത്. ഏതും ശരണം വിളിച്ച് വോട്ട് ചെയ്യാനാണ് പറയുന്നത്. ഈ ശരണം വിളിച്ച് സ്വാമിയേ ഹേയ് എന്ന് പറഞ്ഞ് ശരണം വിളിച്ച് വോട്ട് ചെയ്യാൻ മുസ്ലിങ്ങൾ പോകും. അപ്പോൾ മുസ്ലിങ്ങളോടല്ല പറഞ്ഞിട്ടുള്ളത്, ഇത്തവണ ഡിസംബർ 10-ാം തീയതി വോട്ട് ചെയ്യാൻ മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി വരണ്ട. ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെങ്കിൽ ഇത് വിളിക്കണം, ഹേയ് എന്ന് പറഞ്ഞിട്ട് വേണം വോട്ട് ചെയ്യാൻ. ക്രിസ്ത്യാനികൾ കുറച്ച് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മേരി പടോസി ആത്മി എന്നും പറഞ്ഞ് നിൽക്കുന്ന പോലെ ഇങ്ങനെ തുള്ളിക്കളിച്ച് നിൽക്കുന്നുണ്ട്. അത് ഉള്ളില് കളഞ്ഞ മുസ്ലിങ്ങളോടുള്ള ദേഷ്യം. അത് ഇന്ന് കേരളത്തിൽ ഇസ്ലാമോഫോബിയയുടെ വക്താക്കൾ അവരാണ്. കോൺട്രാക്ട് എടുത്തിരിക്കുകയാണ് ക്രിസ്ത്യാനികൾ. കാരണം അവർക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റുന്നില്ല, അവരെ പള്ളിയിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല. അവിടെ അച്ഛന്മാരുണ്ട്, ബിഷപ്പ്മാരുണ്ട്, ഫ്രാങ്കോ ഉണ്ട്. കന്യാസ്ത്രീ മഠങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല, അത് നാറ്റക്കേസാണ്. അപ്പം അതൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ട് പണ്ട് ആരോ വഴിയിൽ അമ്പലത്തിൻ്റെ വഴിയിലേക്ക് പോകുന്ന സമയത്ത് കൊച്ചു പയ്യൻ ഒക്കത്തുണ്ട്, അവൻ അപ്പഴേക്കും തൂറ്റൽ വന്നു. അവനവിടെ റോട്ടിൽ തന്നെ വെച്ച് നേരെ പരവരവളെ തട്ടുള്ളൂ, അവനവിടെ തൂറ്റി. അപ്പോൾ ഇവർ അവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് കണ്ട് മോശമല്ലേ. അപ്പോൾ ഇവരെന്ത് ചെയ്തു, അമ്പലത്തിൽ കൊടുക്കാൻ കൊണ്ടാണ് പൂവുകൊണ്ട് അതിൻ്റെ മേലെ കൊണ്ടിട്ടു. ആരും ഇത് കണ്ടപ്പോൾ ചോദിച്ചാൽ അവിടെ എന്തോ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, അടുത്ത ആൾക്കാർ കൊണ്ട് അപ്പോൾ പൂ കൊണ്ടിട്ടൊരു പൂവിൻ്റെ കൂനെ അടിയിൽ കിടക്കുന്നത് പച്ചത്തീട്ടം. ഇതുപോലെയാണ് പള്ളിയുടെ കാര്യം. മേലെ കുറേ വലിയ സഭാവസ്ത്രങ്ങളും അംശവടിയും എല്ലാം കുന്തവും കൊണ്ട് ചക്രക്കി പിടിച്ച് നടക്കും. പക്ഷെ ഉള്ളിൽ കിടക്കുന്നത് എന്താ? ഫ്രാങ്കോ. ഉള്ളിൽ കിടക്കുന്നത് എന്താ? SP സിസ്റ്ററുടെ വർത്തമാനങ്ങൾ, ആമേൻ. ഇതൊക്കെയാണല്ലോ അകത്ത് കിടക്കുന്നത്. അഭയ കേസ് ഇതൊക്കെയാണല്ലോ അകത്ത് കിടക്കുന്നത്. അപ്പോൾ അവർക്കിപ്പം ഈ മേലെ പോണ്ട് മൂടണം, എന്തെങ്കിലും ഒരു പുകമറ സൃഷ്ടിക്കണം. അതിനിപ്പോൾ അവർ മുഴുവൻ മുസ്ലിം വിരോധികൾ എലിയെ തോൽപ്പിച്ച് ഇല്ലം ചുടുക എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അതൊരു വെറുമൊരു വാക്യമാണത്, പഴഞ്ചൊല്ലാണ്. ഇതിപ്പോൾ സത്യമായി മാറിയിരിക്കുകയാണ്. ഇവർ എലിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്യാൻ പോകുന്നത് ഇത്തവണ ക്രിസ്ത്യാനികളുടെ കുറേ എണ്ണം BJP-ക്ക് വോട്ട് ചെയ്യും. അത് അവരുടെ തല തെറിക്കാൻ വേണ്ടിയിട്ട് അവരുടെ തല അവർ തന്നെ വെട്ടിയെടുത്ത് കയ്യിലെടുത്തിട്ട് അമ്മാനമട അതിനുള്ള പരിപാടിയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഹിന്ദുക്കളിൽ 95% ഹിന്ദുക്കൾ അവിടെ പോവില്ല. NSS അവർക്കെതിരാണ്, SNDP അവർക്കെതിരാണ്. അവർ അഖില കേരള മറ്റേ പുലയ മഹാസഭ AKPMS അവർക്കെതിരാണ്. എല്ലാ വിധത്തിലുള്ള ജാതി സംഘടനകളും ഇവർക്കെതിരാണ്. ഇവരെ കണ്ടുകൂടാ, അത് വെറുപ്പിൻ്റെ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നത്. പിന്നെ കുറേ ഹിന്ദുക്കൾ CPM-നുള്ളത്, നവോത്ഥാനപരമായിട്ട് ചിന്തിക്കുന്ന ഹിന്ദുക്കളും CPM-നുള്ളത്, ഈ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലുള്ളത്. ബാക്കിയുള്ളത് ഇത് ഇത്രയും വന്ന കുറച്ചെണ്ണം ഉണ്ടായിരിക്കും. ഇവരോടാണ് ഇപ്പോൾ ഈ ആഹ്വാനം. പോയിട്ട് സ്വാമിയെ ഹേയ് എന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്യാനുള്ള ആഹ്വാനം ഇവരോടാണ് കൊടുത്തിട്ടുള്ളത്. അത് ആലോചിച്ച് നോക്കുക. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ത് തന്നെ ഹിഡൻ അജണ്ടയുണ്ടെങ്കിലും വോട്ട് ചോദിക്കാൻ വരുമ്പോൾ എന്താ വേണ്ടത്? പ്രിയപ്പെട്ട കേരളത്തിലെ ജനാധിപത്യ രീതിയിൽ ചിന്തിക്കുന്നവരെ, മതേതരത്വപരമായി ചിന്തിക്കുന്നവരെ, നിങ്ങളെല്ലാവരും BJPക്ക് വോട്ട് ചെയ്യണമെന്നല്ലേ പറയുക? ആരും ഇങ്ങനെ പറയൂ? അപ്പം ആയതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രൂപ്പിന് മാത്രമുള്ള ആപ്തവചന വാക്യമാണ് ഈ ഉളക്കുട്ടി വിളമ്പിയിട്ടുള്ളത്. വാസ്തവം കഷ്ടം തന്നെ. വാസ്തവത്തിൽ ഇന്ന് വരെ ഒരൊറ്റ സംഖ്യയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അബ്ദുള്ള കുട്ടിക്ക് ജയ് എന്ന് വിളിച്ചിട്ടില്ല, വിളിക്കാനും പോകുന്നില്ല, അവരുടെ ഉള്ളിൽ നിന്ന് വരില്ല. അബ്ദുള്ള കുട്ടിക്ക് ഇനി ഹിന്ദുത്വവാദികൾ ആരെങ്കിലും ജയ് വിളിച്ചാൽ അതിന് അർത്ഥാന്തരം വരും, അർത്ഥത്തിന് വ്യത്യാസം വരും. കാരണം അബ്ദുള്ള കുട്ടി വിളിക്കുമ്പോൾ എന്താ പറയുക? അബ്ദുള്ള കുട്ടി നേതാവെ ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം പിന്നാലെ, അതാണല്ലോ അതിൻ്റെ ഒരു രീതി. പക്ഷെ ഇവിടെ ഹിന്ദുത്വവാദികൾ ഒരു മുസ്ലിമിന്, ദേശീയ മുസ്ലിമിന്, അബ്ദുള്ള കുട്ടിയെ പോലുള്ളൊരു മുസ്ലിമിന്, ഊളക്കുട്ടിക്ക് ജയ് വിളിച്ചു കഴിഞ്ഞാൽ
ലക്ഷം ലക്ഷം പിന്നാലെ എന്ന് അവർ പറഞ്ഞാലും ഞങ്ങൾ കേൾക്കുക എങ്ങനെയാണെന്നറിയോ, നാട്ടുകാർ കേൾക്കുക എങ്ങനെയാണെന്നറിയോ? ഇതേ കേട്ടോളൂ, ഇങ്ങനെയാണ്: അബ്ദുള്ളക്കുട്ടി നേതാവെ ധീരതയോടെ നയിച്ചോളൂ, ഞങ്ങൾ കഴുതകൾ പിന്നാലെ. അതല്ലേ നമ്മൾ കേൾക്കുക. ഊളക്കുട്ടിക്ക് ജയ് വിളിച്ച് അയാളുടെ പുറകിൽ പോകുന്ന ഹിന്ദുത്വവാദികൾ കഴുതക്കുട്ടികളല്ലാണ്ട് പിന്നെ ആരാണ്? കഴുതക്കുട്ടികളല്ലാണ്ട് പിന്നെ ആരാണ്? സംഘികൾ ഹൃദയം തുറന്ന് പറയട്ടെ, ഇതങ്ങനെയല്ലെന്ന് അവർ ഹൃദയം തുറന്നൊന്ന് പറയട്ടെ. ഊളക്കുട്ടി ഞങ്ങൾക്ക് അഭിവന്ദനാണെന്ന് അവരൊന്ന് പറയട്ടെ. ഈ അബ്ദുള്ളക്കുട്ടി ആരുടെ നേതാവാ വാസ്തവത്തിൽ? ഉമ്മൻചാണ്ടി നാട്ടുകാരുടെ നേതാവാ. അങ്ങനെ എവിടെയും ചെന്ന് ഈ മലബാറിലേക്ക് ചെന്ന് കഴിഞ്ഞാണല്ലോ ഉമ്മൻചാണ്ടി വേറെ വസ്ത്രം കൊണ്ടാണ് പോകുക അവിടേക്ക്. കാരണം അവിടെ ചെന്ന് അങ്ങനെ ട്രെയിൻ ഇറങ്ങുകയില്ല, അദ്ദേഹത്തിൻ്റെ കാറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ കുടിയേറ്റ കർഷകരുണ്ട്. ഈ ഇടുക്കിയിൽ നിന്നും കോട്ടയത്തു നിന്നും പത്തനംതിട്ടയിൽ നിന്നും പോയ ആൾക്കാർ. ഈ വന്ന് നിൽക്കുന്ന ഉമ്മൻചാണ്ടിയാണെന്നും അദ്ദേഹത്തിന് 10-75 വയസ്സുണ്ടെന്നും അവർ നോക്കില്ല, ചാടി കയറിയിട്ട് തോളത്ത് കയറിയിട്ട് ഉമ്മ വയ്ക്കുക. എന്നാൽ ഉമ്മൻചാണ്ടി മാറിപ്പോകുന്ന അദ്ദേഹം പറഞ്ഞപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ പോലെയുള്ള രീതിയിൽ അങ്ങനെയുള്ളൊരു രീതിയല്ല അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം മാന്തിയാലും ചൊറിഞ്ഞാലും കീറിയാലും ഉമ്മ വെച്ചാലും അങ്ങനെ ഒന്നും പറയില്ല. ഇനി ആൾക്കാർക്ക് പറയാൻ പറ്റുമോ? പോലീസുകാരോട് പറയാൻ പറ്റുമോ വളഞ്ഞു നിൽക്കണം, ഉമ്മൻചാണ്ടി വരുമ്പോൾ എല്ലാം കൂടി ചാടി കയറും എന്ന് പറയാൻ പറ്റുമോ? അതും പറയാൻ പറ്റില്ല. കാരണം അതങ്ങനെ ഒരു സ്വഭാവമാണ് അദ്ദേഹത്തിന്. പിണറായി വിജയൻ ജനങ്ങളുടെ നേതാവാ. പിണറായി വിജയനെ എവിടെന്നെങ്കിലും കെട്ടിയിറക്കിയതല്ല. ഈ പിണറായി വിജയൻ ആരോട് ചോദിക്കാൻ പോകുന്നില്ല. പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയെ കണ്ടാലും ഉമ്മൻചാണ്ടി പിണറായി വിജയനെ കണ്ടാലും ആ ബഹുമാനം അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. കാരണം ജനനേതാക്കളാണ്. ഞാൻ പണ്ട് വളരെ കാലങ്ങൾക്ക് മുമ്പാണ്, എനിക്ക് തോന്നുന്നു 10-30 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് തിരുവനന്തപുരം എയർപോർട്ടിൽ എൻ്റെ ഒരു സുഹൃത്തിനെ മസ്കറ്റിലേക്ക് യാത്ര അയക്കാൻ. മസ്കറ്റിലേക്ക് അന്ന് നേരിട്ട് വണ്ടിയില്ല, ഫ്ലൈറ്റില്ല, മറ്റേ ബോംബെക്ക് പോയിട്ട് അവിടെ നിന്നാണ് ഫ്ലൈറ്റ്. അങ്ങനെ അവിടെ ചെന്നിരിക്കുന്ന സമയത്ത് അവിടെ പിന്നെ കൊച്ചി എയർപോർട്ടിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് അപ്പം അന്ന് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം, നമുക്ക് ആ ഇതിൻ്റെ വാഹനത്തിന് ആൾ കയറുന്നതൊക്കെ നമുക്ക് കാണാം, കയ്യൊക്കെ വീശാം. അങ്ങനെയായിരുന്നു. ഇപ്പം അത് പറ്റില്ല. എയർപോർട്ടിൻ്റെ പുറത്ത് വെച്ച് നമ്മൾ പുറത്തേക്ക് പോകണം, യാത്രക്കാർ മാത്രമേ അകത്ത് കയറാൻ പാടുള്ളൂ. അങ്ങനെ കയറിയ സമയത്ത് എൻ്റെ സുഹൃത്തിനെ യാത്ര വയ്ക്കാൻ പോകുന്ന സമയത്ത് ബോംബെയിൽ നിന്ന് മസ്കറ്റിലേക്ക് അങ്ങനെയായിരുന്നു, സീബ് എയർപോർട്ടിലേക്ക് അങ്ങനെയായിരുന്നു അന്നുണ്ടായിരുന്നത്. ആ സമയത്ത് ഇവിടെ എയർപോർട്ടിൽ കരുണാകരൻ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയാണോ അല്ലയെന്ന് എനിക്കറിയില്ല. കരുണാകരൻ ഇരിക്കുന്നുണ്ട്, അവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് അതിൽ നിന്ന് ഇറങ്ങി വരുന്നത്, കരുണാകരനോട് ഏതോ ഒരു ഫ്ലൈറ്റ് കാത്തിരിക്കുകയാണ്. അവിടെ വന്നിറങ്ങിയ ഫ്ലൈറ്റിൽ നിന്ന് വരുന്നത് EMS നമ്പൂതിരിപ്പാടാണ്. കണ്ടുടനെ ചാടി എഴുന്നേറ്റു. അവർ തമ്മിൽ കുശലം പറഞ്ഞു. രണ്ടുപേരും ഒരു ഗ്ലാസ് വെള്ളം പൊരിപ്പിച്ച് അവർ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് അവർ കുടിക്കുകയും ചെയ്തു. എന്തൊരു ബഹുമാനമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ഒരു ബഹുമാനം അബ്ദുള്ളക്കുട്ടി, കാരണം അവർക്ക് ജനനേതാക്കളാണ്. കരുണാകരൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, പക്ഷെ അദ്ദേഹം ജനനേതാവാണ്. EMS ഇഷ്ടമില്ലാത്തവരുണ്ട്, പക്ഷെ അദ്ദേഹം ജനനേതാവാണ്. ഇന്ദിരാഗാന്ധി ഇഷ്ടമില്ലാത്തവരുണ്ട്, പക്ഷെ അദ്ദേഹം ജനനേതാവാണ്. കുമ്മൻ രാജശേഖരനുണ്ട്, ജനനേതാവാണ്. ഇയാൾ ആരുടെ നേതാവാണ് ഇയാൾ വാസ്തവത്തിൽ? ആർക്കെങ്കിലും ഇയാൾ ബഹുമാനമുണ്ടോ? ഒരു നൂലിൽ കെട്ടിയിറക്കിയിട്ടുള്ള ജീവനില്ലാത്തൊരു പടമല്ലേ വാസ്തവത്തിൽ ഇയാൾ? മുസ്ലിം പടം, ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് എതിരല്ലാന്ന് കാണിക്കാൻ വേണ്ടി കെട്ടിയിറക്കിയൊരു മുസ്ലിം പടം മാത്രമല്ല ഇയാൾ. ഏതെങ്കിലും മുസ്ലിങ്ങൾക്ക് ഇയാളെ ഇഷ്ടമുണ്ടോ? ഇയാളുടെ ഭാര്യയ്ക്കടക്കം. ഇയാൾ പറഞ്ഞാൽ, ഇങ്ങനെ വിഡ്ഢിത്തങ്ങൾ പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? 10 വോട്ട് കിട്ടുന്നത് അത് 5 വോട്ടായിട്ട് ചുരുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇയാളുടെ സംഭാവന ഉണ്ടായിരിക്കും ഈ ചുരുക്കുന്നതിന്. കാരണം അയാൾ ഒരിക്കലും ജനനേതാവായിട്ടില്ല. എല്ലാ പാർട്ടിയിലും കയറിയിട്ടുണ്ട്. ഇനി ഒരു പാർട്ടി കൂടി ഉള്ളൂ അയാളിത് ഓർത്തിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇനിയിപ്പോൾ അധികകാലം BJP ഉണ്ടാവും. ഇനി വേറെ വലിയൊരു പാർട്ടി വരുന്നുണ്ട്, ദേവന്റെ പാർട്ടി. എന്താ ചെയ്യുക വാസ്തവത്തിൽ? അയാൾ ഇന്റർവ്യൂ കണ്ടു, MP രാഘവന്റെ മോനായിട്ട് ഇന്റർവ്യൂ കണ്ടു. ഇന്റർവ്യൂവിൽ മുഴുവൻ പറയുന്നത് BJP നല്ല പാർട്ടിയാണ്, മോഡി വളരെ മഹാനാണ്, വ്യത്യസ്തനാണ്. ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, M രാഘവന്റെ മോൻ നികേഷ് കുമാർ ചോദിക്കുന്നുണ്ട്, എന്താ വ്യത്യസ്തം എന്ന് പറയാൻ കാരണം? വ്യത്യസ്തനാണ്. എന്ത് വ്യത്യാസം? ഇതല്ല വ്യത്യാസം. നികേഷ് സത്യം പറഞ്ഞു അയാൾ ഉള്ളിൽ പറയുന്നതായിരിക്കും വിഡ്യാൻ എന്നുള്ളിൽ പറയുന്നതായിരിക്കും. അയാളുടെ ചോദ്യങ്ങൾക്ക് ഇയാൾക്ക് ഉത്തരം പറയാൻ പറ്റും. വെറുതെ ഇറങ്ങി വന്നിരിക്കുകയാണ്. കേരള വികസനം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ പാർട്ടിന് വേണ്ടി ചെല്ലാം. ആ പാർട്ടിയിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ സ്റ്റേറ്റ് പ്രസിഡന്റൊക്കെ ആയി മാറാൻ പറ്റില്ല. സ്റ്റേറ്റ് പ്രസിഡന്റ് ഇന്റർനാഷണൽ പ്രസിഡന്റ് ആവാം. അതിനകത്ത് ആരും ഇല്ലല്ലോ, ആരും പോകുന്നില്ല. അത് അങ്ങനെ അതും ഒരു തമാശക്കളി മറ്റേ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറാനുള്ള സാധ്യതയില്ല. അത് മാറിക്കഴിഞ്ഞു, അത് അങ്ങനെ തന്നെ. മാത്രമല്ല, ഈ അബ്ദുള്ളക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം
അയാളുടെ ഒപ്പം ആരും കൂട്ടത്തിൽ നിൽക്കില്ല. കാരണം അയാളുടെ തലയിലൊരു വാള് കെട്ടി തൂക്കിയിട്ടുണ്ട്, ഡെമോക്ലീസിന്റെ വാള്, സരിതാ വാള്, സരിതാ നായരുടെ വാള്. സരിതാ കേസ് അവിടെ നിൽക്കുകയാണ്, എപ്പോഴാണ് പൊട്ടി വീഴാന്ന് അറിയില്ല. ഇത്തരം വഷളത്തരങ്ങളൊക്കെയും പറഞ്ഞ് ഇയാൾ ആരെയാണ് വാസ്തവത്തിൽ നാറ്റിക്കുന്നത്? സംഘപരിവാർ, കേരളത്തിലെ സംഘപരിവാർ, കേരളത്തിലെ ഹിന്ദുത്വവാദി BJP അതിന് നാറില്ല. കാരണം അതിന് നാറാനൊന്നുമില്ല. ശോഭാ സുരേന്ദ്രൻ്റെ കേസ്, ലസിത പാലക്കലിൻ്റെ കേസ്, പിന്നെ ഇവിടെ സിനി ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള പാലക്കാടുണ്ടായിട്ടുള്ള തട്ടിപ്പും വെട്ടിപ്പിൻ്റെയും കേസ്, അതുകൊണ്ട് അത് നാറി പുഴുവരിച്ചു കഴിഞ്ഞു. ഇനി അതിന് നാറാനൊന്നുമില്ല. പക്ഷേ ഇയാളിപ്പോൾ നാറ്റിക്കുന്ന വാസ്തവത്തിൽ, ഈ ഊളക്കുട്ടി ഇപ്പം നാറ്റിക്കുന്ന വാസ്തവത്തിൽ ശബരിമല അയ്യപ്പനെയല്ലേ വാസ്തവത്തിൽ നാറ്റിക്കുന്നത്? ശബരിമല ധർമ്മശാസ്താവിനെയല്ലേ നാറ്റിക്കുന്നത്? BJPക്കാരല്ലാത്തവരെയെല്ലാം ശപിക്കുന്ന ഒരു സംഘി ഗുണ്ടയുടെ പരിവേഷമല്ലേ ഈ മറുനാടൻ എരപ്പാടി ഒരുത്തനുണ്ട്, അവനടക്കമുള്ളവർ ഈ പറയുന്ന ഈ എന്താ പേര് ഊളക്കുട്ടി അടക്കമുള്ള ആൾക്കാർ അയ്യപ്പന് ചാർത്തി കൊടുക്കുന്നത്. ഇപ്പോൾ അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് വിരോധി ദൈവം, അതിൻ്റെ മേലെയാണ് ഊളക്കുട്ടിയുടെ കൽപ്പന. ഈ പറഞ്ഞ ഹേയ് എന്ന് പറഞ്ഞ് ശരണം വിളിച്ചിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരോ ഒരാൾ പറഞ്ഞതാണ്, ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം. ഇയാൾ IS-ന്റെ ചാരനറ്റി ആവുമോ, അൽഖ്വയ്ദയുടെ ചാരനാവുമോ, തീവ്രവാദി സംഘടനകളുടെ ചാരൻ ഈ ഊളക്കുട്ടിയെ? ഏതായാലും ഈ സംഘത്തെ തകർക്കാൻ അതിനകത്തുനിന്ന് പിളർത്താനല്ലേ പറ്റുള്ളൂ. ഏതായാലും സംഘം BJPയെ ഭംഗിയായിട്ട് നാറ്റിച്ച് നശിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഈ വിദ്വാൻ. ശാസ്താവ് എന്ന് പറഞ്ഞാൽ ശാസിക്കുന്നവൻ എന്നാണ് അർത്ഥം, ഗുരു എന്നാണ് അർത്ഥം. അതായത് വേദവേദാന്തത്തിൻ്റെ ഗുരു, അഥവാ അൾട്ടിമേറ്റ്ലി മോക്ഷവിദ്യ പ്രദാനം ചെയ്യുന്ന ആള്, മോക്ഷവിദ്യ പ്രദായകൻ. ഇതാണ് അദ്ദേഹം. ആ ദൈവസങ്കല്പത്തെയാണ് കമ്മ്യൂണിസ്റ്റ് വിരോധി ദൈവമാക്കിയിട്ട് ചവിട്ടിക്കൂട്ടി താഴ്ത്തിയിടുന്നത് ചാണകക്കുഴിയിൽ. ആ ദൈവസങ്കല്പത്തെയാണ് BJPക്ക് വോട്ട് പിടിക്കുന്നവനായിട്ട്, BJPക്ക് വോട്ട് പിടിക്കുന്ന ദൈവം അയ്യപ്പൻ, ബാക്കി എല്ലാവരും ശപിക്കുന്ന ദൈവമായിട്ട് ഇകഴ്ത്തി കാണിക്കുന്നത് ഇവന്മാർ, നാറ്റിക്കുന്നത്. തെറ്റല്ലേ ഇവർ ചെയ്യുന്നത്? ഹിന്ദു സമൂഹത്തോട് മൊത്തം ചെയ്യുന്ന തെറ്റല്ലേ ഇവർ കാണിക്കുന്നത്? ഇത്രയുമൊക്കെ കാണുമ്പോൾ ആരാണ് പിന്നെ ഇയാളെ തീവ്രവാദിയുടെ ചാരൻ എന്ന് പറയാതിരിക്കുക? ഇയാൾ അതൊന്നുമല്ല, ഇയാൾക്ക് അതിനുള്ള യോഗ്യതയില്ല. പക്ഷെ അത് തോന്നും നമുക്ക്. ഇയാൾക്ക് ഹൃദയത്തിനകത്ത് അന്തരംഗത്തിനകത്ത് അയാൾക്ക് ബുദ്ധിയില്ല. ഈ ഗുദത്തിനകത്തെങ്കിലും ഇത്തിരി ബുദ്ധി ദൈവം അയാൾക്ക് കൊടുത്തിരുന്നെങ്കിൽ അയാൾ ചെയ്യോ വാസ്തവത്തിൽ ഇത്തരം വഷളത്തരങ്ങൾ എഴുന്നള്ളിക്കൂ. വോട്ടിംഗ് മെഷീനെ വണങ്ങിയിട്ട് 3 വട്ടം ഈശോ മിശിഹായ്ക്ക് സ്വോത്രം ചൊല്ലി നിങ്ങൾ വോട്ട് ചെയ്യുന്നത് ഏതൊരു ക്രിസ്ത്യാനി അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ സ്ഥാനം പിന്നെ എവിടെയായിരിക്കും? ഓടിച്ചിട്ട് തല്ലില്ല അൽമായന്മാർ, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാൻ ഏതെങ്കിലും ഒരു എന്തായാലും പറയുക, മറ്റേ അച്ഛൻ പറഞ്ഞ ചാട്ടോറണ്ട് അടിക്കില്ലേ? ക്രിസ്തു അടിച്ച പോലെ ചാട്ടോറണ്ട് അടിക്കില്ലേ? ഏത് ലീഗുകാരും പറയാ തക്ബീർ വിളി 3 വട്ടം മുഴക്കിയിട്ട് വേണം വോട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ തലമണ്ട അടിച്ചു പൊളിക്കില്ലേ മറ്റേ ഇവിടുത്തെ മുസ്ലിം യുവാക്കൾ എല്ലാവരും കൂടിയിട്ട്? ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് ഓം അമൃതേശ്വരി നമഃ എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യില്ല ഈ കണക്കിന്. വേറെ കുറേ ആൾക്കാർ ശ്രീ രവിശങ്കറിൻ്റെ ആൾക്കാർ വന്നിട്ട് ജയ് ഗുരുദേവ്, അവരേതാണ് ജയ് ഗുരുദേവ് ആണെങ്കിൽ അവർ പറയാം, വളരെ ദേഷ്യത്തിലേക്ക് പറഞ്ഞ പറയാം ജയ് ഗുരുദേവ് ഇത് 3 വട്ടം പറഞ്ഞിട്ട് വോട്ട് ചെയ്യുക. സായി ഇപ്പം കഴിഞ്ഞു, അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ സായി റാം എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ കുമ്മനൻ രാജശേഖരൻ ഇത് കേൾക്കുന്നുണ്ടോ? അങ്ങനെ എന്താ മൗനം പാലിച്ചിരിക്കുന്നത്? അതോ ഇനി എല്ലാ പ്രജ്ഞയും നഷ്ടപ്പെട്ടു പോയോ ആ മനുഷ്യന്? ഈ തോട്ടം നശിക്കാൻ സമയത്ത് പീച്ച കുറയ്ക്കുക എന്ന് പറയും, അത് ലക്ഷണമാണത്. പണ്ട് പറയാണ്ട് ഈ നാട് നശിക്കുന്ന സമയത്താണ്, നാട്ടിൽ മഹാരോഗങ്ങളെയും വരുന്ന സമയത്താണ് ഇല്ലി പൂക്കുക എന്ന് പറയും. അത് സത്യമാണ്. ഇല്ലി പൂക്കി കഴിഞ്ഞാൽ കുറേ നെല്ല് വീടും, അത് എലികൾ പെരുകും, അങ്ങനെ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്ന പ്ലേഗൊക്കെ വരുന്ന അങ്ങനെയൊക്കെ എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ തോട്ടം നശിക്കാൻ സമയത്ത് പീച്ച കുറയ്ക്കുക എന്ന് പറയും. ആ പീച്ചയാണ് വാസ്തവത്തിൽ സത്യം പറഞ്ഞ ഈ ഓളക്കുട്ടി. നാണക്കേട് നിന്റെ പര്യായ പദമാണോ BJP എന്ന് ചോദിക്കാൻ തുടങ്ങുകയാണ്. ശംഭോ ശംഭോ മഹാദേവ്.